ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയ എല്ലാവർക്കും ആ സിനിമയുടെ ഭാഗമായ ഇതിലെ പ്രധാന കഥാപാത്രം അഭിനയിച്ച മോഹൻലാൽ എന്ന് പറയുന്ന ആൾ വളരെയധികം നന്ദിയുണ്ട്. It's so great to have you here. Thank you very much. Carrying 45 years in a Kodal, you've always been fascinating all of us. Lalanda performance vechitu, you are a celebrated actor and a star, not just in Malayalam, not just in Kerala, but across the globe. The best of technicians, the best of directors, എല്ലാവരും കൂടെ പെർഫോം ചെയ്തിട്ട് പോലും you say this movie has something that the world has not seen. What about this movie makes you say this statement? എല്ലാവർക്കും സന്തോഷകരമായ ഒരു സായനം നേരുന്നു. ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ സിനിമ ചില സിനിമകൾ സംഭവിക്കുന്ന എല്ലാ സിനിമയും നമ്മൾ തുടങ്ങുമ്പോൾ ഇത് ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറുന്നതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാ സിനിമകളും. ഈ സിനിമയും അങ്ങനെ തുടങ്ങിയ ഒരു സിനിമ. ലിജോയെ എനിക്ക് വളരെ നാളായിട്ട് അറിയാം. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ വളരെ നല്ലൊരു സുഹൃത്തായിരുന്നു അദ്ദേഹത്തിന്. എൻ്റെ വളരെയധികം ഇഷ്ടമായിരുന്നു. ലിജോ സിനിമയിൽ വന്ന കാലത്ത് നല്ലറിയാം. ഞങ്ങൾ കുറച്ച് കഥകളൊക്കെ ഷെയർ ചെയ്തിരുന്നു. പക്ഷെ ആ സമയത്ത് നടന്നില്ല. ആ നടക്കാത്തതെങ്കിലും ഒരു സിനിമ നടക്കുന്നു എന്ന് കൂട്ടി ദൈവം വിചാരിച്ചുകൊണ്ടായിരിക്കാം. താങ്ക് യു സോ മച്ച്. ഈ അവസരത്തിൽ ലിജോയോട് ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനൊരു സിനിമ സത്യസന്ധമായി താങ്ക് യു ഷിബു, കൊച്ചുമോൻ, അനുമോൻ, ഇതിന്റെ പുറകെ പ്രവർത്തിച്ച എല്ലാവരെയും ഈ സമയത്ത് ഞാൻ അറിഞ്ഞോ അറിയാതെ ഇന്ന് ഈ സിനിമ തുടങ്ങിയിട്ട് 1 വർഷമായ ദിവസമാണ്. 1 വർഷമായി ഞങ്ങൾ ഈ സിനിമയെ തുടങ്ങി. 1 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇങ്ങനെ ഈ സ്റ്റേജിൽ നിന്ന് ഇത്രയും മനോഹരമായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഇതിന്റെ പുറകിലേക്ക് സഞ്ചരിക്കുകയാണ്. ഈ സിനിമ എങ്ങനെ ഉണ്ടായി, ഇത് എന്തുകൊണ്ടുണ്ടായി, എന്തായിരിക്കും ഈ സിനിമ നടന്നത്. ഒരു കഥ പറഞ്ഞു. ആ കഥയിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലായി. ഞങ്ങൾ ആ കഥ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ ആ കഥ ഒരു വലിയ ക്യാൻവാസിലേക്ക് മാറുകയാണ്. ഇതിന്റെ കാലദേശങ്ങളില്ലാത്തൊരു സിനിമയാണ്. ഇതിന് ടൈം ആൻഡ് സ്പേസ് ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ കൊച്ചിലെ പഠിക്കുന്ന കുട്ടികൾക്ക് അത്രയും കിട്ടിയിട്ടുണ്ടാവില്ല. ഞങ്ങൾ കഥ കേട്ടാണ് തുടങ്ങിയിരുന്നത്. എൻ്റെ അമ്മയും അമ്മയും കൊച്ചിയും ഉമ്മയൊക്കെ കിടന്നുറങ്ങുന്ന ആ സ്നേഹവലയത്തിൽ ആ ഉറക്കുകയും കഥകൾ കേട്ടാണ് ഞങ്ങളൊക്കെ വളർത്തിയിരുന്നത്. എല്ലാ കുട്ടികൾക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. അതുപോലെ ഒരു കഥയാണ് ഫെയറി ടെയിൽ, ഫോക്ക് സ്റ്റോറി, അല്ലെങ്കിൽ ഫേബിൾ പോലെയൊക്കെയുള്ള ഒരു സിനിമയാണ്. ഒരു നാടോടി കഥയാണ്. അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പൊ അതിന് എല്ലാ ഇമോഷൻസും ഉള്ളൊരു കഥയാണ്. ഈ സിനിമയില് പ്രേമമുണ്ട്, പ്രണയമുണ്ട്, അസൂയുണ്ട്, വിഷമുണ്ട്, റിവഞ്ചുണ്ട്, ഇമോഷൻസ് ഉണ്ട്, ദേഷ്യമുണ്ട്, പരിഹാസമുണ്ട്, എല്ലാം. അതിൻ്റെ ഉള്ളിൽ ഒരു ഫിലോസഫി. ഈ കണ്ടത് എത്തിച്ചാണ് കാണാത്തത് പോയി, ഈ കണ്ടതെല്ലാം പോയി കാണുമ്പോൾ എത്തിച്ചെന്ന് പറയുന്നത് ഒരു വലിയ ഫിലോസഫിയാണ്. ആ ഫിലോസഫി എന്താണെന്ന് ഈ സിനിമ കാണുമ്പോഴാണ്. പിന്നെ ഈ സിനിമ വളരെ വലുതായിരുന്നു. ഇത് കേരളത്തിൽ മാത്രം ഒതുക്കി നിൽക്കേണ്ട ഒരു സിനിമയല്ല. ഇത് മലയാള സിനിമയല്ല. നിങ്ങൾ തമിഴിൽ കണ്ടാൽ തമിഴ് സിനിമയായിട്ട് തോന്നണം, തെലുങ്കിൽ കണ്ടാൽ, കന്നഡയിൽ കണ്ടാൽ, ഹിന്ദിയിൽ കണ്ടാൽ ആ സിനിമയായിട്ട് തോന്നണം. ഇതൊരു കാരണം കൊണ്ട് ഈ സിനിമ വലുതായി. അത് വലിയൊരു എന്താണ് സ്പെക്ട്രമിലേക്ക് പോയി. ഞങ്ങളിത് ഷൂട്ട് ചെയ്തത് രാജസ്ഥാനിലാണ്, മെയിൻലി. പിന്നെ മദ്രാസിലാണ്, ചിറ്റി ഫോർട്ട്. അതിൻ്റെ പ്രത്യേക കാരണം തന്നെ ഇത് എവിടെയാണ് എന്ന് നമ്മൾ പറയത്തില്ല. ഇതൊരു കഥയാണ്. അതിൽ അഭിനയിച്ചിരിക്കുന്നവരും അതിൽ പ്രവർത്തിച്ചവരും ഒക്കെ ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു. കാരണം വളരെയധികം കഷ്ടപ്പാടുകൾ. ഇതൊരു എന്താ പറയേണ്ടത്, ഏറ്റുപറച്ചിലല്ല, കഷ്ടപ്പാടുകൾ സഹിച്ചാണ് സിനിമ. കാര്യം ക്ലൈമറ്റ് വൈസ് വളരെയധികം പ്രയാസപ്പെടുത്തി ഞങ്ങൾ പൊടിക്കാറ്റ്, പിന്നെ ഈ സിനിമയിലുള്ള പൊടി ഒക്കെ ഒരുപാട് പേര് ഹോസ്പിറ്റലായി. അതൊന്നും കംപ്ലൈൻ്റ് അല്ല. അതിൻ്റെ കൂടെ സഹകരിച്ച് ഈ സിനിമ
മുന്നോട്ട് കൊണ്ടുപോയ എല്ലാവർക്കും ആ സിനിമയുടെ ഭാഗമായ ഇതിലെ പ്രധാന കഥാപാത്രം അഭിനയിച്ച